ജി സുധാകരൻ സ്വതന്ത്രനായിട്ടായിരിക്കും അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നത്. സുധാകരന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിനകത്തുള്ള വിജയസാധ്യത എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് 2021 സുധാകരനെ മാറ്റി നിർത്തി സലാമാണ് അവിടെ നിന്ന് വിജയിച്ചത്. ആ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി? അദ്ദേഹത്തിന് ഇപ്പൊ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു നോമിനേഷൻ കൊടുക്കും, ഒരിടത്തും ചുവരെഴുതില്ല, ഒരു പോസ്റ്റർ ഒട്ടിക്കുകയില്ല, ഒരു കൺവെൻഷനിലും ഞാൻ പങ്കെടുക്കില്ല, ഒരു പഞ്ചായത്തിലും പോയി ഞാൻ കൺവെൻഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഇലക്ഷൻ കൺവെൻഷൻ ഉണ്ടാവില്ല എന്നൊക്കെ സുധാകരൻ പറഞ്ഞാൽ സുധാകരൻ ജയിക്കാൻ പാടാണ്. ജി സുധാകരൻ അങ്ങനെ തോൽക്കുന്ന ആളല്ല. അതാണ് എൻ്റെ തന്ത്രം. മനസ്സിലായില്ലേ? ഈ പറഞ്ഞതല്ല പ്രവർത്തിക്കാൻ പോകണമെന്നുള്ളത് കേരളം കാണാനിരിക്കുന്നേ. ജി സുധാകരൻ ഒന്നും ചെയ്യില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ ഒപ്പിട്ട് കൊടുക്കും, നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും. അദ്ദേഹം എല്ലായിടത്തുമൊക്കെ ചെന്ന് കൈയെ കാണിച്ചേച്ച് പോരേ ഉള്ളൂ. പക്ഷെ വേറെ ആളുകൾ പോസ്റ്റർ ഒട്ടിക്കും, വേറെ ആളുകൾ ചുവരെഴുതും, വേറെ ആളുകൾ കൺവെൻഷൻ നടത്തും. എന്നിട്ട് പറയും, സുധാകരൻ സാറേ ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോണേ. എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ വരുന്നൊന്നുമില്ല, ഞാനിത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പറയും. അല്ല, അങ്ങ് വരണം, വന്ന് ഞങ്ങളുടെ കൺവെൻഷനിൽ ഒന്ന് പങ്കെടുത്ത് ഒന്ന് പ്രസംഗിക്കണം. എന്നാൽ ശരി, വരാമെന്ന് പറഞ്ഞ് വരും. വലിയ ആൾക്കൂട്ടം ഉണ്ടാവും, നന്നായിട്ട് പ്രസംഗിക്കും. അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കവരും, വോട്ട് കിട്ടും, ജയിക്കും. എനിക്കൊന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഭയങ്കര ഇലക്ഷൻ തന്ത്രജ്ഞനാണ്. ഈ സുജാത അവിടെ തോറ്റുപോകുമെന്ന് പറഞ്ഞുകൊണ്ടേ നിന്ന സമയത്ത് സുജാതയെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചത് അദ്ദേഹമാണ്. പൊട്ടി പാളീസാവെന്ന് പറഞ്ഞതാണ്. അവിടെ 6000 വോട്ടിന്, പാർലമെന്റിലേക്ക് 6000 വോട്ടൊന്നും അല്ല, അറിയാമല്ലോ, 6000 വോട്ടിന് അവിടുന്ന് ജയിപ്പിച്ചു. ബാക്കി ഇപ്പൊ കിടന്ന് അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്ന എച്ച് സലാം അടക്കമുള്ളവർ എല്ലാത്തിനെയും വളർത്തിയതും തടുപ്പുള്ളതാക്കിയതും ഒക്കെ അദ്ദേഹമാണ്. VS കഴിഞ്ഞാൽ GS ആണ് ആലപ്പുഴയിൽ ഇന്നത്തെ പ്രധാന വ്യക്തിത്വം. VSന്റെ കാലം കഴിഞ്ഞതോടുകൂടി ഇപ്പം ആ ഒരു പ്രഭാവം മാത്രമേ ഉള്ളൂ. GS തന്നെയാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം. പഴയ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ പുതിയ പിള്ളേർക്ക് കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും, അതിൽ കഥയൊന്നുമില്ല. അപ്പോൾ സുധാകരന് സ്വതന്ത്രനായിട്ട് മത്സരരംഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആലപ്പുഴ ജില്ലയിൽ മൊത്തം ഉണ്ടാകാം. ആലപ്പുഴ ജില്ലയിൽ മൊത്തം ഉണ്ടാകുന്നത് മാത്രമല്ല, കേരളത്തിൽ മൊത്തം അതിൻ്റെ അലയൊലികൾ കേരളം ഒട്ടാകെ ഉണ്ടാകും. ഞാൻ ഇന്നലെ വേറൊരു ചാനലിൽ പറഞ്ഞത് ഈ ഭൂകമ്പം ഉണ്ടാകുന്ന പോലെയാണ്. ആ പ്രഭവ കേന്ദ്രത്തിൽ ഒരു വലിയ പൊട്ടലുണ്ടായി ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ തിരമാലകൾ പോലെ ഇതിൻ്റെ വേവ്സ് പല സ്ഥലത്തേക്ക് അങ്ങ് പോയി വ്യാപിക്കുകയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ നിൽപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പാർട്ടി അണികളിൽ, പാർട്ടി പ്രവർത്തകരിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടാക്കാൻ, നാളത്തെ പാർട്ടി എങ്ങനെ പോകണമെന്നുള്ളതിനൊരു ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരം പാർട്ടി കർഷകന്റെ പാർട്ടിയാണ്, പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്, അധസ്ഥിതന്റെ പാർട്ടിയാണ്, ബഹുജനങ്ങളുടെ പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് ഏത് വിധത്തിൽ എത്തിയിരിക്കുന്നു? അത് അദ്ദേഹം ചോദിച്ച ചോദ്യം വലുതാണ്. രണ്ടാമതൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ വരുമാനം കൊണ്ട് നീ ജീവിച്ചോണം, നിന്റെ ഉടുപ്പിന്റെ കാശ് നിൻ്റേതായിരിക്കണം, നിന്റെ കിടപ്പാടം നിൻ്റേതായിരിക്കണം, നിന്റെ പണം കൊണ്ടുള്ളതായിരിക്കണം. നീ സഞ്ചരിക്കുന്ന സൈക്കിളായാലും കാറായാലും അത് നിന്റെ പണം കൊണ്ട് വാങ്ങിയതായിരിക്കണം. ഇതൊക്കെ തീ പൊള്ളുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്ന് ജി സുധാകരൻ അല്ലാതെ ആരെ കാണാൻ കഴിയുമെന്ന് ജനം ചോദിക്കേണ്ട ഒരു ഗതികേടിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ജി സുധാകരൻ അങ്ങനെയാണ്. തനിക്ക് കിട്ടുന്ന പെൻഷൻ, തൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടൊക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് സ്വത്തുള്ളതുകൊണ്ട് ആ വീടൊക്കെ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ ഭുവനേശ്വരൻ മരിച്ച് കഴിഞ്ഞിട്ട് പാർട്ടി പിരിവൊന്നും നടത്തിയില്ല. എല്ലായിടത്തും പാർട്ടി പിരിവ് നടത്തുന്നതല്ല, പാർട്ടി പിരിവൊന്നും നടത്തിയില്ല. ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കി വെച്ചു. കേസ് പറയാനായിട്ട് അദ്ദേഹമാണ് കേസ് പറഞ്ഞത്. വേറെ ആരും അദ്ദേഹത്തിനെ സഹായിച്ചില്ല. അദ്ദേഹം ആരുടെയും പുറകെ നടന്ന് എരൊന്നുമില്ല. വീട്ടിൽ നിൽക്കുന്ന മുഴുത്ത ആഞ്ഞലി വെട്ടിയാണ് അദ്ദേഹം അതിനുള്ള പണം കണ്ടെത്തിയത്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. കേസ് പറഞ്ഞു, പക്ഷേ കേസ് തോറ്റു. കാരണം കേസിൻ്റെ സാക്ഷികളെയൊക്കെ പല വിധത്തിൽ സ്വാധീനിച്ച് അതങ്ങ് തേച്ചു മാച്ച് കളഞ്ഞു. ഭുവനേശ്വരൻ്റെ തല 18ാമത്തെ വയസ്സിൽ കോഴിമുട്ട പൊട്ടുന്ന പോലെ അടിച്ച് പൊട്ടിച്ചെന്നാണ് പറയുന്നത്, കമ്പിപ്പാര വെച്ച്. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു സഹോദരനെ കണ്ടു നിൽക്കാൻ കഴിയുന്നതാണോ?
അത്രയ്ക്ക്. എന്നിട്ട് അദ്ദേഹം ആശുപത്രി തോറും കയറി ഇറങ്ങിയതും ഒക്കെ അദ്ദേഹം നല്ല വിവരിക്കുകയുണ്ടായി. ത്യാഗങ്ങൾ ചെയ്ത ആൾ തന്നെയാണ്. അല്പം കൂടുതൽ സംസാരിക്കും. ഇപ്പോൾ പാർട്ടിയിലാകുമ്പം അതിനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള ആൾബലമുണ്ട്, അദ്ദേഹം സംസാരിക്കും. പക്ഷേ ഇപ്പം ഇച്ചിരി മയത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എന്നെ ചൊറിഞ്ഞാൽ ഞാനും ചൊറിയും. സുധാകുരൻ എന്ന് വിളിച്ചവന്മാർ ഇനി വല്ലതിനും വന്നാൽ ഞാനും പറയാനുള്ളത് പറയും. പാർട്ടിയിൽ എൻ്റെ പാരമ്പര്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ പറയും. എളമരം കരീമിൻ്റെ 22 പോയിന്റ് റിപ്പോർട്ടും കൊണ്ട് വന്നാൽ അതിന് 25 പോയിന്റ് ഞാൻ അങ്ങോട്ടും പറഞ്ഞു തരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹമായിരുന്നല്ലോ കമ്മീഷൻ. അതെ, അദ്ദേഹം സുധാകരനെ കണ്ടില്ല. സുധാകരനെ കാണാതാണ് റിപ്പോർട്ട് എഴുതിയത്. വൺ മാൻ ഷോ എന്ന് പറയും. അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത നീതിയാണ്. പണ്ട് അനാദികാലം മുതലേ ഗ്രീക്കിൽ നിലവിലുള്ള ഏതൻസിലും ഗ്രീസിലും ഒക്കെ പറയുന്ന ഒരു മുദ്രാവാക്യമാണ് ഹിയർ ദ അതർ പാർട്ടി. എങ്കിലേ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ അത് പൂർത്തിയാകുള്ളതാണ്. ഇന്നത്തെ ഭരണവ്യവസ്ഥയിൽ അത് വളരെ അച്ചട്ടാണ്. സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും കീഴ്ക്കോടതിയിലാണെങ്കിലും നിങ്ങൾ എതിർ പാർട്ടിക്ക് ഒരു നോട്ടീസ് കൊടുക്കാതെ ഒരു കേസും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ എതിർ പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം, ഞാനിങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു അതെന്ന് പറഞ്ഞിട്ട്. അത് വളരെ മസ്റ്റാണ്, മനസ്സിലായില്ലേ? അത് കിട്ടിയാലേ പിന്നെ അതിനുള്ള തുടർ നടപടികൾ കോടതി പോലും നടത്തുള്ളൂ. എന്നിട്ട് അയാളുടെ ഒപ്പീനിയൻ കേൾക്കും, എന്നിട്ടേ അതിൻ്റെ വിചാരണയിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ അതുപോലും ഇല്ലാതെയാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇങ്ങനെ ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്, തൻ്റെ ഇടത്തോടെ പറയുക, നട്ടലുയർത്തതെന്ന് പറയുക, പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറയുക. അത് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ തുടരും. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അതാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷനിൽ നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ട് കിട്ടാൻ പിന്നെ വേറെ വല്ലതും വേണോ? പ്രത്യേകിച്ച് യു ഡി എഫിന്റെ അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണ ഉണ്ടാകും. സംശയം എന്താ? യു ഡി എഫിന് പല വിധത്തിൽ പിന്തുണയ്ക്കാം. UDF-ന് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ കെ സുധാകരനെ പിന്തുണയ്ക്കുന്നൊന്നുമില്ല, പക്ഷേ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നൊന്നുമില്ല, ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, ജനങ്ങൾ നിശ്ചയിക്കട്ടെ, ഞങ്ങളുടെ അണികൾ നിശ്ചയിക്കട്ടെ, അങ്ങനെയും പറയാം. അങ്ങനെ പറഞ്ഞാലും ആ വോട്ട് മുഴുവൻ ആർക്കേ പോകുള്ളൂ, ഈ സുധാകരനെ. ഇപ്പൊ BJP-ക്ക് അമ്പലപ്പുഴയിൽ അതിശക്തമായിട്ടും ഒരു ഒന്നുമില്ല. അവരും ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെന്നും വരാം. അതായാലും ഒരു 25,000 വോട്ടിന് മുകളിലുണ്ട്. അവിടെയും BJP എന്താ നിലപാടെടുക്കുന്നുള്ളതാണ്. BJP നിലപാടെടുക്കുക. H. സലാം എന്ന് പറയുന്നത് SDP-യുടെ സ്ഥാനാർത്ഥിയാണ്, CPM-ന്റെ സ്ഥാനാർത്ഥി അല്ല എന്നാണ് BJP-ക്കാർ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ BJP അവിടെ H. സലാമിന്റെ പരാജയത്തിന് വേണ്ടി നിലകൊള്ളില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സുധാകരൻ BJP-യുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാലും BJP-ക്കാർ അവിടെ സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ തീർന്നില്ലേ? ഞങ്ങളുടെ വോട്ട് ആർക്കും കൊടുക്കുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ വോട്ടുകൾ സുധാകരന് വീഴും. അപ്പോൾ സുധാകരന് ജയിക്കാൻ അദ്ദേഹം പോസ്റ്റർ എഴുതിയില്ല, അദ്ദേഹം കൺവെൻഷൻ നടത്തിയില്ല, അദ്ദേഹം മൈക്ക് കെട്ടി പ്രസംഗിക്കില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഇതെല്ലാം പറയാതെ സംഭവിക്കുന്ന ഒരു അത്ഭുത ഇലക്ഷനായിരിക്കും. VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയമായിരിക്കും അമ്പലപ്പുഴയിൽ കാണാനിരിക്കുന്നത്. ഈ KK രമ പോലെ ജി സുധാകരനും സഭയില് തീർച്ചയായിട്ടും KK രമ ഉയർത്തതിനേക്കാൾ വലിയ വെല്ലുവിളി ജി സുധാകരൻ ഉയർത്തും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം KK രമ സഖാവിൻ്റെ ഭാര്യയാണ്, ഇത് സഖാവ് തന്നെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ആ ഒരു പ്രത്യേകത അവിടെയുണ്ട്. അത് വലിയ തോതിൽ വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമായിട്ടാണ് പല നല്ല കമ്മ്യൂണിസ്റ്റുകാരും കാണുന്നത് എന്നുള്ളതാണ് ഞാൻ പലരോടും സംസാരിച്ച് മനസ്സിലായത്. വേറൊരു പ്രധാന കാരണമുണ്ടെന്നേ, ജി സുധാകരൻ്റെ അതേ അവസ്ഥയിൽ നിൽക്കുന്ന നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട്. ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് 250 താഴെയുള്ള സ്ഥാനങ്ങളേ ഉള്ളൂ ഈ കേരളം ഒട്ടാകെ. ഏരിയ കമ്മിറ്റി സെക്രട്ടറി അതിൽ ഖിന്നരായി നിൽക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്നവരല്ല, അവിടെ വരാൻ പറ്റാതെ കഴിഞ്ഞ തവണ ഇരുന്നിട്ട് മാറ്റിയവർ ഉൾപ്പെടെ അതിൽ ഇത്തവണ ഇപ്പം ഇരിക്കുന്നതിനേക്കാൾ യോഗ്യത ഉണ്ടായിട്ടും എന്നെ കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ലോക്കൽ കമ്മിറ്റിയിലുണ്ട്, ബ്രാഞ്ചിലുണ്ട്. അപ്പോൾ പാർട്ടിയിൽ അടിമുടി ഇത്തരം വികാരമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രത്യേകത. എനിക്ക് സമാനനായി ഇതാ ഒരു വലിയ നേതാവും ഉണ്ടല്ലോ എന്ന് അണികൾക്ക് ചോദിക്കാൻ, അംഗങ്ങൾക്ക് ചോദിക്കാൻ, പാർട്ടി പ്രവർത്തകർ ചോദിക്കാൻ ഒരു സിംബോളിക്കായിട്ട് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ ഉണ്ട്, സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഈ ഇലക്ഷനിലെ പ്രത്യേകത. അതുകൊണ്ട് പ്രവചനാതീതമാണ് എത്ര
ഭൂരിപക്ഷം എന്നുള്ളത്. 5000 വോട്ട് തികച്ചു കിട്ടില്ലെന്നാണ് സഖാക്കൾ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ 7 ഇലക്കത്ത് വരാൻ എച്ച് സലാമിന് കഴിയുമോ എന്നുള്ളത് നമുക്ക് പൊട്ടിച്ചിട്ടേ പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.